ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ സാറ്റർഡേ എപ്പിസോഡിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, സാറ്റർഡേ എപ്പിസോഡ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഒരു എപ്പിസോഡ് എന്താ പറയുക, ആരെയോ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു എപ്പിസോഡ്. അതായത് ഓരോരോ എപ്പിസോഡുകളിൽ കോണ്ടൻറ്റ് ഇല്ലാത്ത ഒരാളെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ കോണ്ടൻറ്റ് കൂട്ടിയിട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ക്ലിയറായിട്ട് പറഞ്ഞാൽ, ആദ്യത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എവിക്ഷനിലുള്ളവർ എഴുന്നേൽക്കാൻ പറയുന്നു. പ്രഹസനം, വെറും പ്രഹസനം, അത് അവരെ ഇരുത്തുന്നു. പിന്നീട് ഫസ്റ്റ് തന്നെ ഷാനവാസിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നു. ആദില നൂറയെ പറ്റി സംസാരിച്ചത്, അനീഷിനോട് സംസാരിച്ചത് എന്താണെന്നുള്ളത് അനീഷ് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അനീഷിൻ്റെ സംസാരം അറിയാമല്ലോ. അപ്പം അതിനെപ്പറ്റി പറഞ്ഞതൊക്കെയായിരുന്നു ആദ്യമേ. നോമിനേഷനിൽ വന്നവർക്ക് എന്താ ബന്ധം നോക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ. വെറുതെ ഒരു ആവശ്യമില്ല, കാരണം ഒന്നുമില്ല അവർക്കത് പറയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഫുള്ള് അക്ബർ എന്ന വ്യക്തിനെ വൈറ്റ് വാഷ് ചെയ്ത് അവസാനം എല്ലായിടത്തും ഇപ്പോൾ ഒരു പിക്ക് കറങ്ങി നടപ്പുണ്ട്, ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് അക്ബറിൻ്റെ പിക്ക്. അതുപോലെ തന്നെ അതിലും കൂടി കുറച്ചുകൂടെ ആയെന്നേ ഉള്ളൂ, വെളുത്ത് പാറിയിട്ടുണ്ട് അക്ബർ. അതായത് എനിക്കതിൽ നിന്ന് മനസ്സിലായത്, അനുമോളുടെ പാവ നഷ്ടപ്പെട്ടപ്പോൾ ബി ക്രൂ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അനുമോൾ മാന്തിയതിനും പിച്ചതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അക്ബറിൻ്റെ പാവ നഷ്ടപ്പെട്ടപ്പോൾ ഒരു കോടതി എന്ന് പറഞ്ഞൊരു സംഭവം എതിർക്കുകയും ചെയ്തു. ഒരു ടാസ്ക് പോലെ എല്ലാവരും ലക്ഷ്മിയെ വക്കീലാക്കി ഒരു പ്രഹസനം. ഓൾറെഡി നമുക്കെല്ലാവർക്കും അറിയാം അക്ബറിൻ്റെ പാവ കട്ടത് ആദിലയാണ്. പക്ഷേ ആദില ആരോടും പറയാതെയാണ് എങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, കോടതി ടാസ്ക് പോലത്തെ നടത്തിയത് നല്ലതാണ്, അത് നല്ലൊരു ശരിയായ കാര്യമാണ്. പക്ഷേ ലൈവിൽ അവൾ പോയി കൺഫെസ് ചെയ്ത് അക്ബറിനോട് പറഞ്ഞു, ഞാനാണ് എടുത്തത്. ഇപ്പം ജനങ്ങൾക്ക് ഫുൾ അറിയാം ആദില എടുത്തേക്കുന്നതെന്ന്. അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും, എനിക്ക് തോന്നുന്നു അനീഷിന് അറിയത്തില്ല, ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആദിലയാണ് എടുത്തത്. പിന്നെ ഇങ്ങനൊരു പ്രഹസനം എന്തിനാണെന്ന് വെച്ചാൽ അതൊരു കാര്യത്തിനേ ഉള്ളൂ, അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും അയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ എന്ന്. അതായത് അനുമോൾക്ക് ഇന്നലെ നല്ല ഫ്രൈ ആയിരുന്നു. കാരണം അനുമോൾ പിച്ചതും മാന്തിയതും കടിച്ചതും ഒക്കെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ല അനുമോളുടെ പാവ താഴെ നിന്ന് എടുത്തുകൊണ്ട് പോയതൊന്നും ബി ക്രൂവിന് ഒരു പ്രശ്നമല്ല. ആര്യൻ അക്ബർ വൈറ്റ് വാഷ് ചെയ്തത്. വേറൊരു കേസ് അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ, കോയിൻ എടുത്ത് ഒളിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായത് ആ കോയിനകത്ത് ഉടനടി ആൾ ജയിലിൽ പോയി കിടക്കണം എന്നായിരുന്നു. ആ കോയിൻ എടുത്ത് ഒളിപ്പിച്ചത് ആര്യനാണ്. എന്നിട്ട് ആര്യൻ ഒന്നും അറിയാതെ അങ്ങോട്ട് കണ്ടു. അപ്പോൾ ആര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം നടത്തിയത്. ഓക്കെ, ആര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സംഭവമാണ് ഇന്നലെ നടന്ന. ഞങ്ങൾക്കറിയാം നിങ്ങൾ പോയി തപ്പിയെടുത്തോണ്ട് വന്നാൽ ബാക്കിയുള്ള പണികളൊക്കെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് ആര്യനെ രക്ഷിക്കാൻ വേണ്ടി. ആര്യനാണത് എടുത്തു മാറ്റിയത്. ബീവിക്ക് അറിയാം. ഇപ്പോൾ ആര്യന് ജയിലിൽ പോയി കിടക്കുന്ന പോലെ ആര്യന് കൊടുക്കുന്നതൊന്നും അവർക്ക് പറ്റത്തില്ലായിരിക്കും. അത്രയ്ക്ക് ഇതാണല്ലോ, ക്ലോസ് ആണല്ലോ അവർ. ആര്യൻ അക്ബർ ഇവരെല്ലാവരെയും കൊണ്ടുപോയി ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് 2 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം, ആര്യനും അക്ബറിനെയും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു. പിന്നെ നടന്നതെന്ന് വെച്ചാൽ, പിന്നെ വലുതായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. കോടതി ടാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ നന്മ വരം, കരച്ചിൽ കാർഡ്, ഇതൊക്കെ ആർക്കൊക്കെ കൊടുക്കണ്ടേന്നുള്ളത് സ്വാഭാവികം. ഇതൊക്കെ ഓൾറെഡി നേരത്തെ വലിച്ചു കീറിയ കാർഡെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ PR ഭരിക്കുന്ന സംഭവം തന്നെയാണ്. അതായത് ഒരു ജെനുവിനും അല്ലാത്ത ടൈപ്പ് ഓഫ് എവിക്ഷൻസ് ആണ് നടക്കുന്നത്. കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുകയും കളിക്കുന്ന ആൾക്കാർ പുറത്തിറങ്ങി പോകുന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരിക്കലും അവർ PR ബേസ്ഡ് തന്നെ വിന്നറിനെ സെലക്ട് ആവത്തുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്ടർ ഫ്രണ്ടായിട്ടുള്ള ആൾക്കാരും വിന്നറാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അക്ബറിൻ്റെ വൈറ്റ് വാഷിങ്സ് ഇതാണ് എനിക്ക് ഒട്ടും പിടിക്കാഞ്ഞത്. കാരണം വേറൊന്നുമല്ല, പറയേണ്ട കാര്യങ്ങൾ പറയാം. ഇത് ഫുൾ അക്ബർ എന്താ മോനെ എന്ന് ലാലേട്ടൻ്റെ സൈഡിൽ നിന്നും. ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല, മേളിൽ നിന്നുള്ള ഇത് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാവശ്യവും ഇല്ലാതെ സുപ്രഭാതത്തിൻ്റെ ഗുഡ് മോർണിംഗ്, അതിനും അക്ബറിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആണ്. കാരണം ഈ 5 എപ്പിസോഡുകൾ, അതായത് മൺഡേ ടു ഫ്രൈഡേ വരെ എപ്പിസോഡിൽ അക്ബർ ബീങ് ബാങ്കിലിരുന്ന് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വേര് മുളച്ചവിട്ടിരിക്കുകയാണ്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സംഭവം അവർ കൊടുത്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ,
അല്ലാതെ ഒരു വിന്നറാകാനുള്ളൊരു കേപ്പബിലിറ്റി ഒന്നും അക്ബറിനില്ല എന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ.